നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. ത്രീ ഓഫ് വാൺസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ചിന്തയിൽ ഒരു സ്ട്രോങ് ഡിസിഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ടോ ലെസ് കോണ്ടാക്റ്റിലോട്ടോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരൊരു ലക്ഷ്യബോധത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരൊരു സക്സസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലോട്ട് അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരതിന് വേണ്ടിയിട്ടൊരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് അവരിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്നത്. പക്ഷേ അവരെടുക്കുന്ന തീരുമാനം എന്തായാലും അത് അവർ നടപ്പിലാക്കുന്ന ഒരു പേഴ്സണാണ്, സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അവരത് ഒരു സ്ട്രോങ് ഡിസിഷനായിട്ട് തന്നെയാണ് അവരത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ മറ്റു കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്തത് കൊണ്ട് മാറി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലോട്ട് അവർ തിരികെ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. എയ്റ്റ് ഓഫ് വാൺസ് എനർജിയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷന്റെ ബേസിലാവാൻ നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവുക. ചിലർക്ക് ഇഷ്യൂസ് നടന്നിട്ടുണ്ടാവും, നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലൊരു വഴക്ക് സംസാരമൊക്കെ നടന്നിട്ടുണ്ടായിരിക്കാം. അതൊരു കമ്മ്യൂണിക്കേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനാണ് വന്നിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഈ റിലേഷനിൽ ഒരു ഗ്യാപ്പ് വന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടു ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു സംശയം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രോങ് ഡിസിഷൻ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ പ്രശ്നമായിട്ട് കാണുന്നത്. ഇവിടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഇല്ലാത്തത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ റിലേഷനിൽ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ ഈ റിലേഷനിൽ ഇനി നിന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാനുണ്ടായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ വരാത്തതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ഹയറോഫന്റ് എനർജിയാണ്. ഇവിടെ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള റിലേഷനായിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കും അതിന് തടസ്സമായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ രണ്ട് കാസ്റ്റിലോ അല്ലെങ്കിൽ രണ്ട് റിലീജിയനിലോ പെട്ട ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒരു തടസ്സമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് വരുന്നതിൻ്റെ റീസൺ ആയിട്ട് കാണുന്നത്. അല്ലാതെ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട എന്നുള്ള ചിന്തയോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. പക്ഷെ ഒരു റിലീജിയൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഈ ഒരു കാര്യം കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു രണ്ട് കാസ്റ്റിൽ പെട്ട ആളുകൾ അല്ലെങ്കിൽ രണ്ട് റിലീജിയനിൽ പെട്ട ആളുകൾ ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു ഇഷ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നയൻ ഓഫ് കപ്സ് എനർജിയാണ്. അവരുടെ മനസ്സിൽ
നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു ആഗ്രഹമാണ് എന്നുള്ളതാണ്. അവർ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ റിലേഷനെ ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിലൊരു കമ്മിറ്റ്മെന്റ് വരണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം അവർക്കുണ്ട് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുള്ളത്. ഇപ്പോഴവർ മാറി നിൽക്കുന്നു എന്നുള്ളത് അവരുടേതായിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളും അവർക്ക് സക്സസ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അവർ ഈ റിലേഷനെ ഒരു അവരുടെ വിഷായിട്ട് ആഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ദ ചാരിയറ്റ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു മൂവ്മെന്റ്, അവരുടെ ഭാഗത്തു നിന്ന് അവർ മുന്നോട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ആക്ഷൻ ഒക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അവർ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ പലപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നിട്ടുണ്ട്. എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കാരണം അവർ ഏത് രീതിയിലൂടെ പോയാലും ചിലപ്പോഴത് നന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടായിരിക്കാം വരുന്നത്, ചിലപ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ റിലേഷൻ നല്ല സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകണം എന്നറിയാത്തൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ അതിൻ്റെ ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് അവരുടെ ലൈഫിൽ നല്ല രീതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ചീത്ത രീതിയിലായിക്കോട്ടെ, അതൊന്നും അവർ നെവർ മൈൻഡഡ് ആക്കിയിട്ട് ഈ റിലേഷനിൽ ഞാൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. 5 ഓഫ് സോഡ്സ് എനർജിയാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. അവരൊരു ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനാണ്. അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും ഇപ്പോൾ അവർ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ പൊതുവെ അവരിപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. കാരണം അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു സ്ട്രെസ്സിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ്റെ കാര്യം കൂടി വരുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് എന്ന് മാത്രം. പക്ഷെ എന്ന് കരുതി ഈ റിലേഷൻ വേണ്ടെന്നോ അല്ലെങ്കിൽ ഈ റിലേഷനോട്ട് മുന്നോട്ട് പോവേണ്ട എന്നുള്ള ഒരു ചിന്തകളൊന്നും അവർക്കില്ല. ഈ റിലേഷനുമായിട്ട് എന്തായാലും മുന്നോട്ട് പോകും എന്നുള്ള സ്ട്രോങ് ഡിസിഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് എനർജി തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഈ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ റിലേഷനെ കാണുന്നത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് മുന്നോട്ടുണ്ടാവുക എന്നാണ് കാണിക്കുന്നത്. കാരണം അവരത്രയും നിങ്ങളെ അല്ലെങ്കിൽ ഈ റിലേഷനെ അത്രയും പ്രഷ്യസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അവർ ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത്. ഒരു ചീറ്റിംഗ് ചെയ്യുക, അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട, പെട്ടെന്ന് പകുതി വെച്ച് ഉപേക്ഷിച്ച് പോവുക, അങ്ങനെ ഒരു മാനസികാവസ്ഥ അവർക്കില്ല. തൽക്കാലത്തോട്ട് അവർ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതൊരു കംപ്ലീറ്റ്ലി റിലേഷൻ എൻഡാക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യങ്ങൾക്കപ്പുറം നിങ്ങളുമായിട്ടുള്ള കണക്ഷനെ, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നത്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഒരു സക്സസ്ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ മറ്റു പലതും നേടേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നേടിയെടുക്കുക എന്നത്, അതിനുശേഷം നിങ്ങളുമായിട്ടുള്ള ലൈഫിലോട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് വരിക എന്നുള്ളതാണ് അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, 4 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, സ്നേഹം, ഇഷ്ടം, താല്പര്യം, അതൊന്നും അവർ അതായത് നല്ല പോലെ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, അവർ അതൊന്നും നിങ്ങളോട് കറക്റ്റായിട്ട് കൺവേ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ കൺവേ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ, അതോ ഇവർ വെറുതെ എന്നെ ഈ ഒരു റിലേഷനിൽ കെട്ടിയിടുവാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവോ ഈ പേഴ്സൺ എന്നെ വെറുതെ ഈ റിലേഷനിൽ നിർത്തുവാണോ, ഇവർ എനിക്കൊരു വാല്യൂ തരാതെ എന്നെ ഈ റിലേഷനിൽ ഇങ്ങനെ കെട്ടിയിടുന്ന സിറ്റുവേഷൻ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണിക്കുന്നത് ദ എംപറർ എനർജിയിലുള്ള പേഴ്സൺ ആണ്. ഒരുപാട് ലക്ഷ്യങ്ങളും ലക്ഷ്യബോധത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അവർ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നുള്ളത്. ആ ലക്ഷ്യബോധം മാത്രമല്ല, അവരുടെ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുകയില്ല. അവരുടെ അത് ഭയങ്കര പിശുക്കാണ് അവർക്ക് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
എന്നാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ നന്നായിട്ട് ഉണ്ടാവും താനും. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ചിലർക്ക് ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അങ്ങനെ ഒരു റിലേഷൻ ആയിരിക്കാം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങളുടെ പേഴ്സണെ പക്ഷേ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് അതിൽ തന്നെ നിൽക്കും. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി ചാടി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല അവർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ റിലേഷൻ വേണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഇനിയൊരു മാറ്റം വരും, അല്ലെങ്കിൽ ഇത് എൻ്റെ ആയി പോവും എന്നുള്ള ഒരു പേടിയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. അൺഅപ്രീഷിയേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അവർ അപ്രീഷിയേഷൻസ്, അതായത് നിങ്ങൾ അവരെ പുകഴ്ത്തുന്നത് അല്ലെങ്കിൽ പ്രശംസിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ പല സമയങ്ങളിലും നിങ്ങൾ അവരവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരവരുടേതായ കാര്യങ്ങൾ സക്സസ്ഫുൾ ആവുമ്പോൾ നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ട്. ചിലപ്പോൾ അവരത് പറയുന്നുണ്ടാവില്ല, അതേക്കുറിച്ചുള്ള ഒരു സൂചന പോലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. സബോട്ടേജ് എന്നാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിലെ നല്ല കാര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ഫീലിങ്സ് അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ആയിക്കോട്ടെ, അവരാഗ്രഹിച്ച ലക്ഷ്യങ്ങളായിക്കോട്ടെ, അതൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി പല സമയത്തും അവർക്ക് അത് മിസ് ചെയ്തു പോകുന്നു എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ലൈഫിലെ നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം, അതായത് നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള നല്ല ഗുഡ് മൊമെൻറ്റ്സ് ആയിരിക്കാം, മെമ്മറീസ് ആയിരിക്കാം, അതൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ചേസർ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ചേസിങ് എനർജിയിലാണ്, ഒരു ചേസർ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നിങ്ങളോടുള്ള ഒരു സ്നേഹം, കണക്ഷൻ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരൊരു ചേസർ എനർജിയിലോട്ട് വന്നിട്ടുള്ളത് എന്ന് കാണിക്കുന്നത്. വാല്യൂസ് എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു റിലേഷനെ അവർ വാല്യൂ ചെയ്യുന്നുണ്ട്. അവർ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവരൊരു കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുത്താൽ വാല്യൂസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, കണക്ഷൻ അതിലെല്ലാം അവർ വാല്യൂ കാണുന്നുണ്ട് എന്ന് തന്നെ കാണിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു വാല്യൂ അവർ നിങ്ങൾ ഈ റിലേഷനിൽ തരുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ട്. കൺഫ്യൂഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് രണ്ടുപേരും രണ്ട് റിലേഷൻ ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം. അങ്ങനെ ഒരാൾ മാരീഡ്, ഒരാൾ അൺമാരീഡ്, സിംഗിൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നതായിരിക്കും. രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളുടെ പേഴ്സൺ അതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇവരത് അതുമായിട്ട് ആപ്റ്റ് അല്ല, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കാൻ ആപ്റ്റ് അല്ല എന്നുള്ളൊരു ചിന്ത ഇവരെ അലട്ടുന്നുണ്ട് എന്ന് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇവർക്കുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. കോൺവെർസേഷൻ എന്ന് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൺവെർസേഷൻ വരും, ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനിലോട്ട് നിങ്ങളുടെ റിലേഷൻ പോകും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ
കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും, കൂടുതൽ ആൻസർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും എന്നാണ് കാണിക്കുന്നത്. ടേക്ക് ആക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട്, ഒരു ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അബണ്ടൻസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനിൽ ഒരു അബണ്ടൻസ് വരുന്ന സിറ്റുവേഷൻ ആണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമൃദ്ധി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, നിങ്ങളുടെ റിലേഷനിൽ ഒരു റീയൂണിയൻ, അതാണല്ലോ ഈ റിലേഷനിൽ വരുന്ന സമൃദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് മുന്നോട്ട് കിട്ടാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് റീഡിങ്സിൻ്റെ പേയ്മെൻറ്റ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ എന്നുള്ള രീതിയിൽ കുറച്ച് പേയ്മെൻറ്റ് കുറച്ചിട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് റീഡിങ്സ് എടുക്കാം കേട്ടോ. സെപ്റ്റംബർ 1985, ലെറ്റർ എൻ, ലെറ്റർ ഡി, ലെറ്റർ വൈ, ലെറ്റർ എം, ഒക്ടോബർ, മാർച്ച്, പൂരം, ജൂൺ, ചിത്തിര, 1993, രേവതി, ഭരണി, ലെറ്റർ എ, ലെറ്റർ എച്ച്, ലെറ്റർ ഇ, ലെറ്റർ എസ്. പിന്നെ ഒരു കാര്യം പറയാം, റിലേഷൻഷിപ്പിൻ്റെ റീഡിങ്സിൻ്റെ പേയ്മെൻ്റ് ആണ് കുറച്ചിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊന്നും കുറച്ചിട്ടില്ല. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്